നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു കയറിൻ്റെ ഒരറ്റത്ത് പിഞ്ചു കുഞ്ഞിൻ്റെ മൃതശരീരം, മറുവശത്ത് അമ്മയുടെയും. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത വിഭജികയും കുഞ്ഞും ഒരു നാടിൻ്റെ നൊമ്പരമാകുന്നു. ചൊവ്വാഴ്ച ഷാർജയിലെ തൻ്റെ ഫ്ളാറ്റിലാണ് വിഭജിക പിഞ്ചു കുഞ്ഞിനൊപ്പം തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പിരിഞ്ഞ് താമസിച്ചു വരികയായിരുന്നു വിഭജികയും ഭർത്താവ് നിതീഷും. നിതീഷിൽ നിന്നും കടുത്ത സമ്മർദ്ദം തനിക്ക് നേരിടേണ്ടി വന്നുവെന്നാണ് വിഭജിക ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ പറഞ്ഞത്. പ്രവാസ ലോകത്തെ ഈ ആത്മഹത്യ പ്രവാസികളെ മാത്രമല്ല കൊല്ലം നിവാസികളെയും നടുക്കിക്കളഞ്ഞു. കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകളുടെ തുടർച്ചയാണ് ഇപ്പോൾ വിഭജികയിലൂടെ നമ്മൾ കേൾക്കുന്നത്. സുന്ദരിയായ യുവതി, ഒരു പിഞ്ചു കുഞ്ഞ്. ഷാർജയിൽ രണ്ടുപേർക്കും ജോലി. വിഭജികയ്ക്കും ഭർത്താവ് നിതീഷിനും ഒരുവിധം കൊള്ളാവുന്ന ജോലി തന്നെയാണ് ഷാർജയിൽ. പുറമേക്ക് നോക്കുമ്പോൾ എല്ലാം ഭദ്രം. വിദേശത്ത് ജോലി, ആഡംബര ജീവിതം. എന്നാൽ പണത്തോട് ആർത്തിമൂത്ത ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന ആരോപണമാണ് മരിക്കുന്നതിന് മുൻപ് വിഭജിക ഉയർത്തിയത്. നിതീഷ് വലിയ വീട്ടിലുമായി വിഭജികയുടെ വിവാഹം. തുടർന്നിരുവരും വിദേശത്തേക്ക്. എന്നാൽ തുടക്കത്തിൽ തന്നെ അവരുടെ വിവാഹ ജീവിതത്തിൽ പാളിച്ചകൾ വ്യക്തമായി. കഴിഞ്ഞ ഒരു വർഷമായി പിരിഞ്ഞു താമസിക്കുകയാണ് ഇരുവരും. യുഎഇയിൽ തന്നെയുള്ള തൻ്റെ ഒരു ബന്ധുവിന് വിഭജിക അയച്ച ശബ്ദരേഖ. ആ ശബ്ദ സന്ദേശത്തിൽ വിഭജിക പറയുന്നു, ഒരു വർഷമായി താനും നിതീഷും അകൽച്ചയിലാണ്. മകൾ വൈഭവി പിറന്നതിൽ പിന്നെ ഭർത്താവ് തന്നെ ഒട്ടും ശ്രദ്ധിക്കാറില്ല. വിഭജികയുടെ വാക്കുകൾ ഓരോ കുടുംബങ്ങളും ശ്രദ്ധിക്കണം. ഭാര്യാഭർത്താക്കന്മാർ ഈ വാക്കുകളെ കൂടുതൽ ഗൗരവത്തോടെ കാണണം. വിഭജിക തൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും കുറിച്ച് പറയുന്നത് ഇങ്ങനെ: ജീവിതത്തിലെ സമ്മർദ്ദമെല്ലാം താൻ ഒറ്റയ്ക്ക് അനുഭവിക്കണം. കുഞ്ഞിനെ വളർത്തേണ്ട മുഴുവൻ ഉത്തരവാദിത്വവും തനിക്ക്. വീട്ടുകാര്യങ്ങൾ നോക്കണം, കുഞ്ഞിനെ വളർത്തണം, പിന്നെ ജോലിക്ക് പോകണം. എൻ്റെ കുഞ്ഞ് വെറുമൊരു പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ എപ്പോഴും നിലത്ത് കിടക്കും. നിതീഷിന് അയാളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി. ഒരു വർഷത്തിനിടയ്ക്ക് അയാൾ കൊച്ചിനെ 4-5 തവണ മാത്രമേ പുറത്തേക്കൊന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളൂ. അതും ആളുകൾ അതുമിതുമൊക്കെ പറഞ്ഞപ്പോൾ. വല്ല അമ്പലത്തിലോ മറ്റോ മാത്രമാണ് കുഞ്ഞിനെ അയാൾ കൂട്ടിക്കൊണ്ടുപോയത്. എന്നാൽ അയാൾ അയാളുടെ സഹോദരിയോടും കുടുംബത്തോടുമൊപ്പം എപ്പോഴും യാത്ര ചെയ്യും. അയാൾക്ക് ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പം യാത്ര ചെയ്യാൻ തീരെ താല്പര്യമില്ല. അയാളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ മറ്റുള്ളവരോട് പറയാൻ പോലും പറ്റാത്ത വിധം അത്ര മ്ലേച്ഛമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. ഞാനും മോളും ഇവിടെ ഉരുകി കഴിയുകയാണ്. പണത്തോട് ഇത്രമാത്രം ആർത്തിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇഷ്ടം പോലെ പണമുണ്ടായിട്ടും അവർക്ക് പണം എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്തു സംഭവിക്കുന്നുവെന്ന് നോക്കിയിരിക്കുന്നു. എൻ്റെ കുടുംബം എന്നെ കഷ്ടപ്പെട്ട് കെട്ടിച്ചയച്ചിട്ട് ഒടുവിൽ വന്നുപെട്ടത് ഇങ്ങനെയൊരു ദുരിതത്തിൽ. 7 മാസത്തിന് ശേഷമാണ് തന്നോടൊപ്പം നിതീഷ് കഴിഞ്ഞതുപോലും. അയാളും അയാളുടെ സഹോദരിയും മാതാവും തന്നെ മാനസികമായി പീഡിപ്പിക്കുകയാണ്. എല്ലാം സഹിക്കുക തന്നെ. ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് മാറാത്തവൻ ഇനി മാറില്ല. വിഭജികയുടെ പരാതിയിൽ ഒട്ടനവധി പതിരുകളുണ്ടാവും, അക്കാര്യത്തിൽ സംശയമില്ല. എങ്കിലും വിട്ടുവീഴ്ചയിലാണ് ഓരോ കുടുംബവും നിലനിൽക്കേണ്ടത് എന്ന് വിഭജിക പോലും ഓർമ്മിക്കേണ്ടതാണ്. ആത്മഹത്യയെന്ന ഒരൊറ്റ പോംവഴിയിൽ അവർ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ച് ഈ ലോകത്ത് നിന്ന് കടന്നുപോയി. വിഭജികയെ ആവശ്യമില്ലാത്തൊരു ഭർത്താവിന് വേണ്ടി എന്തിനാണവൾ ഇങ്ങനെ ആത്മഹത്യയിൽ സ്വയം എരിഞ്ഞടങ്ങിയത്? അതും ഒരു പിഞ്ചു കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചാണ് വിഭജിക ഈ ലോകം വിട്ടുപോയത്. വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിൽ വിഭജിക അകപ്പെട്ടുവെന്ന് വ്യക്തമാണ്. ഇത്തരം മാനസിക സമ്മർദ്ദങ്ങളിലൂടെ ഇപ്പോൾ ഒട്ടനവധി കുടുംബങ്ങളിലെ യുവതികൾ കടന്നുപോകുന്നുവെന്ന് വ്യക്തമാണ്. മിക്ക വീടുകളിലും ഇപ്പോൾ അണുകുടുംബമാണ്. ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടികൾ. മാതാപിതാക്കൾ മിക്കവാറും തിരക്കിലാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വിഭജികയുടെ പിതാവ് മണിയൻ നേരത്തെ മരിച്ചുപോയി. അമ്മയാണ് വിഭജികയെ ഇത്ര വളർത്തിയത്. ഒരുപക്ഷെ വിഭജികയുടെ പിതാവ് ജീവിച്ചിരുന്നുവെങ്കിൽ വിഭജികയ്ക്ക് ഇത്തരമൊരു ദുരന്തം വരാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. ജീവിതത്തിലെ ഒറ്റപ്പെടൽ തന്നെയാണ് പലപ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. സംഭവ ദിവസം രാവിലെ വിഭജിക അമ്മയെ വിളിച്ച് നിതീഷ് അയച്ച വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നുവെന്ന് പറഞ്ഞു. പിന്നീട് അമ്മ മകളെ വിളിച്ചുവെങ്കിലും അവൾ ഫോൺ എടുത്തില്ല. തുടർന്ന് അമ്മ വക്കീലിനെ വിളിച്ച് വിഭജികയുടെ കോളുണ്ടായിരുന്നുവെന്നും അവൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും പറഞ്ഞു. തുടർന്നാണ് കുടുംബ സുഹൃത്തായ അഭിഭാഷകൻ വിഭജികയെ വിളിച്ച് സമാശ്വസിപ്പിച്ചത്. തുടർന്ന് അഭിഭാഷകൻ വിഭജികയുടെ അമ്മയെ വിളിച്ച് മകളെ ആശ്വസിപ്പിക്കാനും പറഞ്ഞു.
വിഭജികയെ ഫോൺ വിളിച്ച അഭിഭാഷകൻ വിഷമിക്കേണ്ട പോംവഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. രാത്രി വീണ്ടും വിളിക്കാം, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വിശദമായി സംസാരിക്കാമെന്നാണ് അഭിഭാഷകൻ വിഭജികയോട് പറഞ്ഞത്. എന്നാൽ രാത്രി വിശദമായി സംസാരിക്കുന്നതിന് മുൻപ് തന്നെ വിഭജിക കടുക്ക ചെയ്തു. 1.5 വയസ്സുകാരിയായ മകളെ കയറിന്റെ ഒരറ്റത്ത് കെട്ടിത്തൂക്കി മറുവശത്ത് വിഭജിക കെട്ടിത്തൂങ്ങി. ഷാർജ അൽനഖദയിലെ ഫ്ളാറ്റിലാണ് ഇരുവരും തൂങ്ങി മരിച്ചത്. കൊല്ലം കൊട്ടാരക്കര ചന്ദനത്തോപ്പ് രജിത ഭവനിൽ പരേതനായ മണിയൻ ശൈലജ ദമ്പതികളുടെ മകളാണ് വിഭജിക. ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ HR വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ് വിഭജിക. നിതീഷും ഇതുപോലൊരു സ്വകാര്യ കമ്പനിയിലെ HR വിഭാഗത്തിൽ ജോലി ചെയ്യുന്നയാൾ. ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ UAEയിലെത്തിയ ദമ്പതികൾ. എന്നാൽ തുടക്കത്തിൽ തന്നെ ഇരുവർക്കുമിടയിൽ അസ്വസ്ഥതകളേറി വന്നു. പിന്നീട് 2 വശത്തായുള്ള ജീവിതം ഇതാണ് അവരെ കൂടുതൽ അകറ്റിയത്. ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ വിവാഹമോചനം, ഇതായിരുന്നു നിതീഷിൻ്റെ ഡിമാൻഡ്. എന്നാൽ വിഭജികയ്ക്ക് വിവാഹമോചനത്തിൽ താല്പര്യമില്ല, ഒരുമിച്ച് ജീവിക്കാനും താല്പര്യമില്ല. വിവാഹമോചനമുണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് വീട്ടുജോലിക്കാരിയോട് വിഭജിക പലപ്പോഴും പറഞ്ഞു. ഒടുവിൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിഭജികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു. അന്ന് രാത്രി വീട്ടുജോലിക്കാരെ കുറെ വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. തുടർന്ന് നിതീഷിനെ അവർ വിവരമറിയിച്ചു. നിതീഷ് വന്ന് വാതിൽ തുറന്നപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ ഭാര്യയും കുഞ്ഞിനെയും കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് വിഭജികയുടെ വീട്ടുകാർ പറയുന്നത്. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് വിഭജികയുടെ വീട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ കുഞ്ഞിന്റെ മൃതദേഹം വിട്ടുതരില്ല എന്ന് നിതീഷിന്റെ കുടുംബം പറയുന്നു. ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിലെത്തിക്കാൻ ശ്രമിക്കുകയാണ് അധികൃതർ. വിഭജികയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിൽ അൽ ബുഹൈറ പോലീസ് അന്വേഷണം തുടങ്ങി. സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളതാണ് നിതീഷിൻ്റെ കുടുംബം. എന്നിട്ടും സ്ത്രീധനത്തിനു വേണ്ടി വീണ്ടും വീണ്ടും വിഭജികയെ അയാൾ മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെടുത്തിയെന്നാണ് വിഭജികയുടെ ആരോപണം. ദുബായിലെ ആ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റേറ്റീവ് എഞ്ചിനീയറാണ് നിതീഷ്. നല്ല ശമ്പളമൊക്കെ ലഭിക്കുന്നുണ്ട്. വിഭജികയ്ക്കും തരക്കേടില്ലാത്ത ജോലി. എന്നിട്ടും എന്തിനാണ് പണത്തോടുള്ള ഈ അത്യാർത്തി എന്ന് നമുക്ക് മനസ്സിലാവില്ല. പോലീസ് കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചതോടെ അടിയന്തര സേനാംഗങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് യുവതിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനുമായി മാറ്റിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. അൽ ബുഹൈറ പോലീസ് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടങ്ങി. ഷാർജ അൽ ഖാസിമി ആശുപത്രി മോർച്ചറിയിലുള്ള മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നതാണ് ബന്ധുക്കളുടെ ആവശ്യം. നല്ല കഴിവുള്ള സുന്ദരിയായ വിഭജിക എന്ന യുവതി, 1.5 വയസ്സുള്ള ഒരു കുസൃതി കൊടുക്കുക. 2 പേരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. എന്നാൽ ഭാര്യാഭർത്തൃബന്ധത്തിൽ ഒട്ടനവധി വിട്ടുവീഴ്ചകൾ ഓരോ വ്യക്തികളും ജീവിതത്തിൽ അവലംബിക്കണം. എങ്കിൽ മാത്രമേ സുഗമമായ ഒരു വിവാഹ ജീവിതം മുന്നോട്ട് പോകൂ. പലപ്പോഴും ആശയഭിന്നതകൾ വർദ്ധിക്കുന്നത് ഇരുവർക്കും തമ്മിലുള്ള വാഗ്വാദങ്ങളിലൂടെയാണ്. പരസ്പരം മനസ്സിലാക്കലുകൾ മാത്രമല്ല, പരസ്പരം ഉൾക്കൊള്ളാനാവാത്തതാണ് മിക്ക കുടുംബ ബന്ധങ്ങളുടെയും തകർച്ചയുടെ മുഖ്യ കാരണം. ഒരു തരത്തിലും ചേർന്നു പോകാൻ കഴിയില്ല എന്ന് ഭർത്താവിനെക്കുറിച്ച് ഭാര്യയ്ക്ക് അത്രയേറെ ധാരണയുണ്ടെങ്കിൽ വിവാഹമോചനം തന്നെയാണ് നല്ലത്. എന്തിനാണ് ഒരു കുഞ്ഞിൻ്റെ കൂടി ജീവിതം നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്? എന്നാൽ ജീവിതത്തിൽ നിന്നുള്ള ഈ ഒളിച്ചോട്ടം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നിതീഷ് ഭാര്യയോടും കുട്ടിയോടും ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്ത്രീധനത്തിൻ്റെ പേരിൽ അവരെ മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അയാൾക്ക് ലഭിക്കണം. വിഭജികയുടെ ആത്മഹത്യ ഒറ്റപ്പെട്ട സംഭവമല്ല. ഓരോ ദിവസവും നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു കവിയുന്ന അനേക വാർത്തകളിലൊന്ന്. എങ്കിലും തിരുത്തലുകൾ അത് ഓരോ കുടുംബത്തിൻ്റെയും കണ്ണു തുറപ്പിക്കാൻ ഇത്തരം മരണങ്ങളെങ്കിലും കാരണമാകട്ടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.